സ്വന്തം ജീവിതം കളഞ്ഞു, സ്വന്തം മകളെ നഷ്ടപ്പെട്ടു. ഒരുപാട് മകൾക്കും ഒരുപാട് അമ്മമാർക്കും ഒരുപാട് അച്ഛന്മാർക്കും ഇന്നും ബാല എന്ന വ്യക്തി ജീവൻ കൊടുക്കുന്നു. അപ്പോൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമില്ലേ? ഒരുപാടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷനിൽ ജയിക്കുന്ന മുമ്പേ ഒരു നടനായിട്ടും വ്യക്തിയായിട്ടും എനിക്കറിയാം. എനിക്ക് ഒരേ ഒരു കാര്യമേ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് പറയാനുള്ളൂ. ജയിച്ച പിറകും ഇതേ സ്വഭാവം ഇരിക്കുന്നു. ജനപ്രിയ നായകൻ എന്ന ദിലീപിനെ ഇന്നും ആളുകൾ ക്രൂശിക്കുന്നു. ഇന്നും ദിലീപേട്ടൻ ചെയ്യുന്ന സിനിമകളെ നെഗറ്റീവ് ആക്കുന്നു. അപ്പം ബാലചേട്ടൻ അതിലൊക്കെ തോന്നിയത് എന്തുവാ? ഇതേ മലയാളം സിനിമയിലെ ഒരു പ്രശസ്ത ഡയറക്ടർ അദ്ദേഹം എന്നെ വിളിക്കുക, നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം ചെയ്യണമില്ലെങ്കിൽ അവളുടെ രൂപം മാറിപ്പോകും. അവർ ചോദിച്ചപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് എൻ്റെ കയ്യിലിരുന്ന കാശും ഇൻഫ്ലുവൻസും എല്ലാം കൊടുത്ത് ഞാൻ ചെയ്തു. തിരിച്ച് വിളിച്ച് ബാല സുഖാണോ, ഇപ്പം എങ്ങനെയുണ്ട് ഹെൽത്ത്? ഒരു ഫോൺ കോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും വലിയ പാവമാണ്. വിളിച്ചില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുണ്ടോ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ ഞാൻ ഒരു പ്രോഗ്രാമിൽ കണ്ടു. മോളി ചേച്ചി എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നു. ചേച്ചി സുഖാരിക്കുന്നുണ്ടോ? സുഖാരിക്കും. ചത്തുപോകുമെന്ന് വിചാരിച്ചില്ലേ? ബാല മരിക്കാൻ കുറേ ആളുകൾ ആഗ്രഹിച്ചിരുന്നോ? കുറേ പേരുണ്ട്. ആഗ്രഹിച്ചിരുന്നു. കാശിന് വേണ്ടി. ഒരു സഹായമായിട്ട് വരുന്നവരോട് എങ്ങനെ വരണം, ഏത് രീതി വരണം? സത്യമായിട്ട് വാ, എന്നെ ചതിക്കാൻ വരരുത്, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. എല്ലാവരും ഒരുപക്ഷെ ചിന്തിക്കും, നടൻ ബാല ഒരുപാട് ആളുകളെ സഹായിക്കുന്നു, അത് വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ സഹായം തിരിച്ച് ബാലയ്ക്ക് അടിക്കുന്നു? അല്ലെ ബാല ചെയ്യുന്ന സഹായങ്ങളാണോ എന്നതിനുള്ള ഉത്തരവായിട്ട് ഇന്നിനോടൊപ്പമുള്ളത് വേറെ ആരുമല്ല, ജനഹൃദയങ്ങൾ എന്നും സ്ഥാനമുള്ള നമ്മുടെ സ്വന്തം ബാലചേട്ടനാണ്. ബാലചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവൻ്റെ വളർച്ച ഒരു 4 മാസത്തിൽ ഭീകരമായിട്ടുണ്ട്. എൻ്റെ വളർച്ച എല്ലാവരും നന്നായിരിക്കട്ടെ. തുടക്കത്തിലേ പറയാം, എന്നെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ ഇൻ്റർവ്യൂക്ക് വേണ്ടി ചോദിച്ച് ഏകദേശം ഒരു 3 മാസം ഇരിക്കും. തീർച്ചയായും 3 മാസമായിട്ട് ഞാൻ പുറകെ നടക്കുമായിരുന്നു കേട്ടോ, സത്യം. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലേ? വെയിറ്റ് ചെയ്യും. കാരണം ചില കാര്യങ്ങൾ ഞാൻ സൈലൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ തുടക്കം തന്നെ നിനക്ക് ഈ ഇൻ്റർവ്യൂക്ക് ഒരു ക്യാപ്ഷൻ വേണമല്ലേ? പക്ഷെ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പാവം ചെയ്യാം. എന്തായാലും നന്മ ചെയ്താൽ എല്ലാവരും മോശമല്ലേ പറയത്തുള്ളൂ. അപ്പോൾ പാവം ചെയ്യാം. അപ്പോൾ നന്മ പറയുന്നത് നോക്കാം. ചോദ്യം തുടങ്ങിക്കോ ബാലചേട്ടാ. ഇപ്പം നമ്മൾ കാണുമ്പം ഒരു സിനിമാ നടനിലുപരി, താരജാടയിലുപരി ഒരുപാട് ആളുകളെ സഹായിക്കുന്നു. പക്ഷെ ഈ സഹായിക്കാനായിട്ട് വരുന്നവരെല്ലാം ജെനുവിനാന്ന് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഞാൻ മാറ്റി തരാം. ഇപ്പം എനിക്ക് ഒരു മിറാക്കിൾ സംഭവിച്ചു, സത്യം തന്നെയാണ്. എനിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഒരു രണ്ടാം ജന്മം എന്ന് തന്നെ ജന്മം തന്നെ. അപ്പോൾ അതുകൊണ്ട് ബാല ചെയ്യുന്നുണ്ട്? ഇല്ല, അതല്ല കാരണം. ശരി, ബാല ഒരു സിനിമാ നടൻ, ആൾക്ക് കാശുണ്ട്, പ്രശസ്തിയുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നുണ്ട്? അതും ഇല്ല. അല്ല, പൈസ ഉള്ളതിലല്ല കാര്യം. ഇല്ല, കൊണ്ടിട്ട് കൊടുക്കാത്തവരുണ്ട്, പക്ഷെ ബാല കൊടുക്കുന്നു. പറഞ്ഞു തരാം. സിനിമ നടനായതുകൊണ്ടല്ല, അതിൻ്റെ തെളിവിന് എനിക്ക് തരാം. എൻ്റെ 17 വയസ്സിൽ ഞാൻ തുടങ്ങിയതാണ് സഹായം. 17 വയസ്സിൽ. അന്ന് കാലഘട്ടത്തിൽ മൊബൈൽ ഫോട്ടോ ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്ത സഹായം എന്തുവായിരുന്നു? ആദ്യം ഞാൻ ചെയ്തത് ആശ്രമങ്ങളിൽ പോകും, പ്രായമുള്ളവർ. അത് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സ് ഭയങ്കര ഫീൽ ചെയ്ത് വരയ്ക്കാം. ഫസ്റ്റ് ടൈം ഞാൻ പോയി അവിടെ സഹായിക്കുമ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ആശ്രമത്തിൽ അവിടെ പോയപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മ, അവരുടെ എൻ്റെ കയ്യെ പെട്ടെന്ന് പിടിച്ചു. അപ്പോൾ എനിക്ക് ചെറിയ വയസ്സാണ്, ഒരു 15-16 വയസ്സ്. കയ്യെ പിടിച്ചിട്ട് എന്നെ ഒന്ന് വിടുന്നില്ല. പിടിച്ചുകൊണ്ട് തന്നെ പിടിച്ചിരിക്കുക. ഒരു ഏജ്ഡാണ്, പക്ഷെ ഭയങ്കര ബലമാണ്. ഞാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഉங்களை அவங்க சொந்த மகன்னு நினச்சிக்கிட்டாங்க. ஏஜ் ஆகும்போது அந்த மெமரி லாஸ் ஆகும். அப்போ என்கிட்ட ஏன்பா என்னை விட்டுட்டு போயிட்ட, என்னை தேய்ச்சிட்டு போயிடலோ, என்னை கொண்டு போ,
അതായിരുന്നു ഫസ്റ്റ് എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടത്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മനസാക്ഷി കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും സത്യം കൊണ്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് മേലെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടില്ല? ഡെഫിനറ്റ്ലി ഒരുപാട് കേസ്. അപ്പോൾ അപ്പോഴൊക്കെ ഈ വിഷമം മാറ്റി വെച്ച് പുഞ്ചിരിക്കാനുള്ള കാരണം എന്തുവാ? ദൈവം ഉണ്ടെങ്കിൽ സാത്താനുണ്ട്. ഉറപ്പാ? ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞോട്ടെ, ഓഡിയൻസ് എടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ട്. കണക്ക് വയ്ക്കാൻ ജീവിതത്തിൽ എങ്ങനെ കണക്ക് വെക്കാം? നമ്മൾ ഒരാളെടുത്ത് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കണക്ക് വയ്ക്കാം, നമുക്ക് എന്തൊക്കെ കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന കാശിന് എന്ത് കണക്ക് ഇവർ പറയുന്നത്? ഞാൻ അങ്ങോട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോഴും ജനങ്ങൾ പറയുന്നത് ഇതിൽ എന്താ കണക്ക്? ഇത് ഷോ കാണിക്കുക, ഇതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഈ പറയുന്നവന്മാരും കൊടുക്കുന്നില്ല. അതിന് ഇപ്പം തെളിവ് ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് കാണിക്കും? ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ എക്സ്ക്ലൂസീവാ? കാണിച്ചു തരാം. ഞാനിത് എത്രയോ പറഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ இருக்குன்னு വെച്ചു. ചുമ്മാ ഒരു ഉദാഹരണം പറയാം. ഒരു ഓപ്പറേഷന് വേണ്ടി എത്ര ചിലവാകും? ഒരു സാധാരണ ഒരു ഓപ്പറേഷന് എത്ര ചിലവാകും? ഇന്നത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 3.5 ലക്ഷം കുറഞ്ഞത്. ഇപ്പം 4 പേഷ്യൻ്റ് എത്രയായി? 12-14 ലക്ഷം. അതെ. അപ്പോൾ நான் என்ன பண்ணுவேன்னா டிவைட் பண்ணுவேன். டிவைட் ചെയ്ത് ഫസ്റ്റ് അഡ്മിഷൻ കൊടുക്കും, ഓപ്പറേഷൻ നടത്തി വയ്ക്കും. എൻ്റെ പരിചയത്തിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകളെടുത്ത് പറയും, നിങ്ങളും കുറച്ച് ഹെൽപ്പ് ചെയ്യും. അവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ മര്യാദയ്ക്ക് ചെയ്തോട്ടെ, എനിക്കൊരു പാറ്റേൺ ഉണ്ട്, അതുകൊണ്ട് മക്കൾക്ക് ഗുണമടയുന്നുണ്ട്, അതുകൊണ്ട് 1000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 4 പേർക്ക് ജീവൻ കിട്ടുന്നുണ്ട്, വേദനിച്ചല്ല അവർ മരിക്കുന്നത്, ഭക്ഷണം ഇല്ലാത്തവനക്ക് വിശപ്പ് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന പോലെ. ഞാൻ ഇത്ര സഹായം ചെയ്തിട്ട് നമുക്ക് പഴിയാം? ഇല്ല, ഞാൻ ചെയ്തോട്ടെ, നിങ്ങൾ മിണ്ടാതിരുന്ന പോലെ. ഒരു ലൂസ് ഒരുത്തൻ, അവൻ്റെ പേരൂടെ ഞാൻ പറയണം. എനിക്ക് ഹർട്ടായതുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. അവനെന്തോ പറഞ്ഞത്? ശശി പുഷ്പം. ഞാൻ കമൻ്റ് ഇട്ടിരിക്കുന്നു, നിങ്ങൾ 10 രൂപ കൊടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്യും. ബാലയ്ക്ക് പബ്ലിസിറ്റി ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഞാൻ 5 ലാംഗ്വേജിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞു. അതെ, മലയാളികളുടെ മനസ്സിൽ പുതിയ മുഖമാണ്. ശരി, എനിക്ക് എന്താണ് പറയുക, ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഒരു നന്മ നടക്കണം, നിങ്ങളും കൂടെ കൈ തീർച്ചയായിട്ടും നിങ്ങളും കൂടെ ചേരും. அந்த பையன் வந்துட்டு ചെയ്യുക, പ്രൊഫൈൽ ഫോട്ടോ தான் സൂപ്പർ, നോക്കിക്കോ, ഈ ഇൻ്റർവ്യൂ അവൻ കാണും, ഇതിൻ്റെ താഴെ അവൻ കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ അവനോട് എന്തോ പറയാനുള്ളത്, ദയവ് ചെയ്ത് ഫസ്റ്റ് പ്രൊഫൈൽ ഫോട്ടോയിലേருந்து സുരേഷ് ഗോപിയെ മാറ്റ്. സുരേഷ് ഏട്ടൻ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ജയിക്കുന്ന മുമ്പേ, ഇലക്ഷനിൽ ജയിക്കുന്ന മുമ്പേ ഒരു നടനായിട്ടും വ്യക്തിയായിട്ടും എനിക്കറിയാം. അതാണ് എൻ്റെ ഇന്റർവ്യൂ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പറഞ്ഞല്ലോപ്പാ, ഇന്റർവ്യൂവിൽ പറഞ്ഞതല്ലേ. എനിക്ക് ഒരേ ഒരു കാര്യമേ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് പറയാനുള്ളൂ, ജയിച്ച പിറകും ഇതേ സ്വഭാവം ഇരിക്കണം, അതെ, ഇതേ നന്മ ഉണ്ടാവണം. എതും പൊളിറ്റിക്സ് മാറ്റാൻ പാടില്ല. ഒരുത്തരുടെ ക്യാരക്ടർ ജയിക്കാൻ വേണ്ടി മാത്രം ആ സ്വഭാവം കൊണ്ടുപോകല്ലേ. ഇല്ല, നമുക്ക് ശശിയെ മറந்துட போகிறோம். ശശി உன் பேரில் இருக்கு. எப்போ இவன் வந்து 10 ரூபா நான் கொடுத்துட்டு வெறும் 10 ரூபா கொடுத்துருங்க, எப்போ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. ചുമ്മാ അടിച്ചു വിടുക. അത് വേറെ ഒരാളുടെ പ്രൊഫൈൽ ഫോട്ടോ പോടുക, ഫാൾസ് ഐഡൻറ്റിറ്റിന്ന് വാങ്ങ. ഏറ്റവും വലിയ ക്രൈം എന്താണെന്നറിയോ? ഫാൾസ് ഐഡൻറ്റിറ്റി. ഞാൻ വേറെ വ്യക്തിയെ പോലെ അവതരിപ്പിച്ച് വേറെ വ്യക്തിയോடைய നന്മയും ഇമേജയും ഞാൻ സ്വീകരിച്ച് അത് തിന്മയ്ക്ക് യൂസ് பண்ணுறேன். ഉറപ്പായിട്ടും ഇതുപോലെ കുറേ പേരുണ്ട്. ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓർമ്മയെ വന്നത്, ഒരു 20 വയസ്സുള്ളൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സൈബർ ബുള്ളിങ് കാരണം. അതായത് നെഗറ്റീവ് കമന്റ്സ്. അത് ബാലചേട്ടൻ അറിഞ്ഞു കാണുമായിരിക്കും. അപ്പം ബാലചേട്ടൻ്റെ ഒരു ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താണ് ബാലചേട്ടൻ ഈ സമയത്ത് പറയാനുള്ളത്? ചെയ്തോടാ കണ്ണ, ധാരാളമായിട്ട് ചെയ്യും, സൂപ്പറായിട്ട് ചെയ്യും. പക്ഷെ ഇത് റിക്വസ്റ്റ് பண்ண ചെയ്യാം. എല്ലാം ഒരു 3rd rated ഫെലോസ്, അവനക്ക് എന്ത് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇടുന്നവൻ ഇട്ടുകൊണ്ടിരിക്കും. ബട്ട്
കുടുംബത്തെ വിടണം. അതെ, നിനക്ക് എന്തെങ്കിലും പറയണമെന്ന് എന്നോട് പറയല്ലേ, വീട്ടിലുള്ളവരെ വിളിക്കല്ലേ. എന്നെ വീട്ടിൽ വിളിക്കുന്നത് എന്താണെന്നറിയോ, ഈ ലോകത്ത് നടന്ന വലിയ വലിയ വാറൊക്കെ 2 കാര്യത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന് പൊണ്ണ്, ഇന്നൊന്ന് പെണ്ണ്. അതിനേക്കാളും നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. അവരെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്നേഹത്തെ തിരിച്ചു കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകും. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് ഒരു കുറ്റമായി പോകും, ക്രൈമായി പോകും. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു? ഏറ്റവും വലിയ ക്രൈമല്ലേ നടന്നിരിക്കുന്നത് കർണാടക. ഏതോ ഒരു മൊമെൻറ്റിൽ എന്തോ തോന്നിപ്പോയി ഒരു വലിയ സംഭവം സംഭവിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ പറയുന്നത്, കുടുംബക്കാരെ നമ്മൾ സ്നേഹിക്കുന്നവരെ ഹർട്ട് ചെയ്യാൻ പാടില്ല. അവർക്ക് സിനിമ അറിഞ്ഞൂടാ. എൻ്റെ മകൻ തമിഴ്നാട്ടിലേന്ന് കേരളക്ക് പോയി ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ എത്രയോ കഷ്ടങ്ങൾ കണ്ടാലും അവൻ എവിടെയോ സന്തോഷമായിരിക്കുന്നു, 4 പേർക്ക് നന്മ ചെയ്യുന്നു, അന്തസ്ഥായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു മനസമാധാനത്തായിട്ട് ഒരു 74 വയസ്സുള്ള ഒരു അമ്മ എൻ്റെ വീട്ടിലിരിക്കുന്നു. അവരേ മോശമായിട്ട് വീട്ടുകാരെയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ அந்த തായുടെ മനസ്സ് എന്നാവും? അതുപോലും അറിയാത്ത ആളുകളാണ് ഇവർ. അത്രയും മനസാക്ഷിയില്ലേ? ഇതെല്ലാം കാശ് കൊടുത്ത് ഞാൻ മേടിക്കുന്ന, നേരിട്ട് വന്ന വിടത്തുമില്ല. അതെന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാന്നല്ലേ. ഇല്ല, കുറേ സെക്യൂരിറ്റി സിസ്റ്റം കുറേ ഡെവലപ്പായിട്ടുണ്ട്. മനസ്സിലായി. ഇങ്ങനത്തെ ക്രൈം ചെയ്യുന്ന, ഇങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന, ഈ കൊലപാതകം വരെ ഇവർക്ക് വിചാരിക്കാൻ എന്തറിയാം, സൈബർ ബുള്ളിങ് ക്രൈം ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇറ്റ്സ് വെരി ബിഗ് ക്രൈം. ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റമും സൈബർ സെല്ലും ഭയങ്കര അഡ്വാൻസ്ഡായി. തീർച്ചയായിട്ടും പിടിക്കപ്പെടും. അതെ, ബാലചേട്ടൻ്റെ ജീവിതം പോലെ തന്നെ ഇന്നും ആളുകൾ ക്രൂശിക്കുന്ന ഒരു നടനാണ് ദിലീപേട്ടൻ. അതായത് ബാലചേട്ടൻ എത്ര നെഗറ്റീവ് വന്നാലും ബാലചേട്ടൻ കൊടുക്കുന്ന സഹായം നിർത്തുന്നില്ല, തുടരുന്നേ ഉള്ളൂ. പക്ഷേ ജനപ്രിയ നായകൻ എന്ന ദിലീപിനെ ഇന്നും ആളുകൾ ക്രൂശിക്കുന്നു. ഇന്നും ദിലീപേട്ടൻ ചെയ്യുന്ന സിനിമകളെ നെഗറ്റീവ് ആക്കുന്നു ചില ആളുകൾ. അപ്പം ബാലചേട്ടൻ അതിലൊക്കെ തോന്നിയത് എന്തുവാ? അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെ അഭിപ്രായം പറയും? അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, കേസിലല്ലേ ഞാൻ പറഞ്ഞത്. എന്നാലും ഒരാളെ ക്രൂശിക്കാനായിട്ട് ഒരു മനുഷ്യന് തയ്യാറാകാൻ പറ്റുമോ? ഞാൻ ദിലീപേട്ടനാവട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആര് തെറ്റ് ചെയ്തു, ആര് നന്മ ചെയ്തു, ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്ന, എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യില്ല. തീർച്ചയായിട്ടും. ഒരേ ഒരു കാര്യം தான் അടിസ്ഥാനം. ഇതിൽ അടിസ്ഥാനം ഒന്ന് தான். பாலான்னு പറയുന്ന ഒരാൾ, എൻ മനസ്സുക്ക് நான் கிங்குனா, என் மனசாட்சிக்கு நான் கிளியர்னா, എൻ്റെ മുമ്പ് നീ ഒരു 10 ലക്ഷം പേർ വന്നെനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽപ്പேன். ஏன்னா என்கிட்ட ന്യായം இருக்குது, ദൈവം നോക്കിക്കൊള്ളും. ഐ എം റെഡി ടു ഫേസ് ദ വേൾഡ്. ഈ ദൈവമായിട്ട് ഇത്രയും ബന്ധം വന്നതേ ആ ഒരു വലിയൊരു രോഗത്തിന് ശേഷമായിരുന്നു? അങ്ങനെയല്ലപ്പ, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾക്ക് അറിയുന്ന കഥ ഈ ഒരു കഥ. ഞാൻ 17 വയസ്സിൽ മരിക്കേണ്ടതാണ്. 17 വയസ്സിൽ മരിക്കേണ്ടതാണ്. 17 വയസ്സിൽ ഞാൻ മരിക്കേണ്ടതാണ്. അതെന്തായിരുന്നു? ഞാനത് തിരിഞ്ഞു നോക്കണില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ 8 പ്രാവശ്യം, 8ാമത് പ്രാവശ്യമാണ് അമൃത ഹോസ്പിറ്റലിൽ ഞാൻ പോയത്. 8ാമത് പ്രാവശ്യം എനിക്ക് ജീവിതം മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എനിക്കിനി ജീവിക്കാൻ വേണ്ട, എനിക്ക് മരണം വരുന്നത് ഒരു 2 ദിവസം മുമ്പേ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും ജീവനോടിരിക്കുന്നതേ ബാലചേട്ടൻ കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടാനുണ്ട്. അങ്ങനെ ഉണ്ട്, ഒരു രാശിയുണ്ട്. എനിക്കൊരു രാശിന് പറയാം. എൻ്റെ വീട്ടിൽ ശരി, ഞാൻ സഹായിക്കാൻ പറഞ്ഞ ഒരാൾ വന്നിട്ട് പോയ എല്ലാവരും വിഷമത്തോടെ മടങ്ങി ഈ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. പോയ എല്ലാവർക്കും ഞാൻ തുടങ്ങി വെച്ചോ പൂർത്തി, അത് അവരുടെ ലൈഫ് മാറിയിട്ടുണ്ട്, കുറേ മാറിയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ എന്തിനാ വിഷമപ്പെടണം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ சொல்கிறேன். ഇതേ മലയാളം സിനിമയിൽ, ശരി ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതേ മലയാളം സിനിമയിൽ ഒരു പ്രശസ്ത ഡയറക്ടർ, ഒരു വലിയ ഡയറക്ടർ, സൂപ്പർ സ്റ്റാർസ് ഒരേ പടത്തിൽ വെച്ച് ചെയ്ത ഒരു ഡയറക്ടർ, നല്ല പടമായിരുന്നു, സൂപ്പർ ഹിറ്റ്. അദ്ദേഹം എന്നെ വിളിക്കുക, ഒരു പെൺകുട്ടിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരെയും സഹായിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം ചെയ്യണമില്ലെങ്കിൽ അവളുടെ രൂപം മാറിപ്പോകും. ഞാൻ നോക്കി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് വെച്ചു.
8 മണിക്കൂർ ഓപ്പറേഷൻ 8 മണിക്കൂർ ഓപ്പറേഷൻ മെഡിക്കൽ ഡ്രസ്സിലാണ് ചെയ്തു വെച്ചത്. അപ്പോൾ ഇത് പണ്ടത്തെയൊക്കെ അറിയാം, ഒരു 5 വർഷം മേലെ ഉള്ള. ആ പെൺകുട്ടി ഇന്ന് മലയാള സിനിമയിലുണ്ടോ? അല്ല, അതൊന്നും വേണ്ട, പറയാൻ പറയുന്നത് ഞാൻ തീർക്കട്ടെ. ഇപ്പോൾ എനിക്ക് ഓപ്പറേഷനായി ഞാൻ ജീവനോടെ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം, എൻ്റെ മേഖലയിൽ എൻ്റെ കൂടെ ഇരുന്ന ഒരു ഡയറക്ടർ അവർ ചോദിച്ചപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് എൻ്റെ കയ്യിലിരുന്ന കാശും ഇൻഫ്ലുവൻസും എല്ലാം കൊടുത്ത് ഞാൻ ചെയ്തു. തിരിച്ച് വിളിച്ച് ബാല സുഖാണോ, ഇപ്പം എങ്ങനെയുണ്ട് ഹെൽത്ത്, തിരിഞ്ഞു നോക്കിയില്ല. ഒരു ഫോൺ കോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയും വലിയ പാവമാ? ഒരിക്കലുമല്ല. വിളിച്ചില്ല. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഇല്ലേ? പക്ഷെ ആ പെൺകുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടി ഇന്ന് പഠിച്ച് അവളുടെ മാർക്ക് ഞാൻ കാണിച്ചു തരാം, എനിക്ക് അവളുടെ മാർക്ക് ഞാൻ കാണിച്ചു തരാം. അവളുടെ അമ്മ എനിക്ക് മെസ്സേജ് അയക്കുക, നിങ്ങളെ കാണുമ്പോൾ അവൾക്ക് അവളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഡിപ്രഷനാകുമ്പോൾ, അവരുടെ ലൈഫിലും കുറേ പ്രശ്നങ്ങളുണ്ട്, ഡിപ്രഷനാകുമ്പോൾ ഞാൻ ബാലചേട്ടനെ ഓർത്ത് നിൽക്കുകയാണ്. എന്നെ ആരും ഇല്ലാത്തപ്പോൾ എന്നെ ചേട്ടൻ എന്നെ എൻകറേജ് ചെയ്ത് அந்த 8 മണിക്കൂർ ഇപ്പോൾ പ്രിപ്പറേഷൻ വേണം, ഇപ്പം മൈൻഡ് പ്രിപ്പറേഷൻ. എത്ര പേര് തരും ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്തിട്ട് മരിക്കുന്നവർ എത്ര പേരുണ്ടെന്നറിയാം. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കാണപ്പെട്ട ദൈവമാണ് ബാല. അങ്ങനെല്ലാം ഇല്ലപ്പാ, ജസ്റ്റ് എ ടൂൾ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഡയറക്ടർ സജീവമാണോ മലയാള സിനിമയിൽ? അത്രയും ഇല്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ചല്ല പോകുന്നത്, ആരാ എന്താണെന്നല്ല, അതിനെക്കുറിച്ചല്ല പോകുന്നെങ്കിലും ഒരൊറ്റ ഫോൺ കോളിൽ സഹായിച്ചു. ഒറ്റ ഫോൺ കോളിൽ ഒരു കാര്യം പറയട്ടെ, നീ തന്നെ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ എനിക്ക് മനസ്സ് ഭയങ്കര സങ്കടമായുണ്ട് ചേട്ടാ, ചേട്ടന് പേഴ്സണലായിട്ട് അറിയാം, മോളി ചേച്ചിയെ കുറിച്ച് എന്താ ചേട്ടാ അഭിപ്രായം, നീ എൻ്റെ അടുത്ത് ചോദിച്ചു. വിടത്തില്ല ബാലചേട്ടാ. കാരണം മോളി ചേച്ചി മലയാള സിനിമയിൽ കൊടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ചെറുതല്ല. ആ ചേച്ചിക്ക് ഒരു അസുഖം വന്നപ്പം ആരും തിരിഞ്ഞു നോക്കാത്തടത്തോളം ഒരു നടൻ നോക്കി, ഒറ്റ പേര് ബാല. ഇല്ല, അതിൽ ഉള്ള ഒരു സത്യം ഇന്ന് ഞാൻ തുറന്നു പറയാണ്, കോണർ ചെയ്യാനല്ല, സത്യം തുറന്നു പറയാണ്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു, മാസീവ് റിക്കവറിയുടെ, അതായത് ഒരു ദിവസം ഞാൻ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. 14ാമത് ദിവസം ഞാൻ പുറത്ത് വരുന്നുണ്ട്. എവിടെ നടക്കും? ഐസിയുലേருந்து 5th ഡേ എന്നെ ഇറക്കി വിടുന്നുണ്ട്. പൊയ്ക്കോന്ന് പറയുന്നത് അതൊന്നും നടക്കുന്നില്ല. ഇത് നടക്കുന്നില്ല. ഞാൻ വന്ന് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലില്ല. എല്ലാം വന്ന ശേഷം മൊബൈൽ ഇപ്പം വേണ്ടെന്ന് പറയാം. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഒരു നന്ദിയോടെ ഇരിക്കും. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ ഞാൻ ഒരു പ്രോഗ്രാമിൽ കണ്ടു. മോളി ചേച്ചി എൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുന്നു. ഞാൻ മൈക്കിൽ ഞാൻ അപ്പം തുറന്ന് പറഞ്ഞവർ, ചേച്ചി സുഖാരിക്കുന്നുണ്ടോ? സുഖാരിക്കും. ചത്തുപോകുമെന്ന് വിചാരിച്ചില്ലേ? ഇത്രേ പറഞ്ഞു. ചത്തിട്ടല്ല, ജീവനോട്. ബാല മരിക്കാൻ കുറേ ആളുകൾ ആഗ്രഹിച്ചിരുന്നോ? കുറേ പേരുണ്ട്. ആഗ്രഹിച്ചിരുന്നു. കാശിന് വേണ്ടി. അതിനുവേണ്ടിയാണ് സ്നേഹത്തോടെ വന്ന് കാണാൻ വന്നത്. അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം. തിരിച്ചടിച്ചല്ലേ എന്തൊക്കെ അവർ അന്വേഷിക്കുന്നവരെ എനിക്കറിയാം. അങ്ങനൊന്നും നടക്കത്തില്ല. അങ്ങനൊന്നും മരിക്കുന്നവനല്ലടാ. അങ്ങനൊന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോളി ചേച്ചിയിലോട്ട് വരുമ്പം മോളി ചേച്ചി സഹായിച്ചത് ഏത് നിലയിലായിരുന്നു? എനിക്കൊരു ഫോൺ കാൽ, இதே சோஃபாவில் இப்படி உட்காந்துருக்கு, இங்கே இந்த கேமராக்கு பின்னாடி டிவி இருக்குது. டிவி கொண்டு கொண்டிருக்கும்போது எனக்கு ஒரு ஃபோன் கால், ചേട്ടാ ഞാൻ ചേച്ചിയോட മോനാണ്. എന്നപ്പാ ചേട്ടാ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ബില്ലടിக்க காசு இல்லை, நீ எங்கே இருக்க? இந்த பாலாறு தான் എൻ്റെ வீடு, இங்கே வா. இந்த கார்னரில் இருந்தான். அப்படியே நடந்து வந்துட்டான். നടന്നു വന്നവനക്ക് ഞാൻ 10,000 കൊടുത്തപ്പാ പോയി ഫീസ്. ഇത് പാവമാ? പാവമല്ല, ഇതൊരു സഹായമാ. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച വ്യക്തിക്ക് വേറെ ഒരു നടന്മാരും സഹായിച്ചില്ല. നീ കേട്ട 10 മിനിറ്റുക്കുള്ളിൽ ഞാൻ 10,000 രൂപ എടുത്ത് കൊടുக்குறேன். இது பாவமா? திருப்பி நீ வர மெடிசன் காசு கேட்குற, கொடுக்குறேன். திருப்பி வர ஸ்கேன் காசு கேட்குற, கொடுக்குறேன். திருப்பி நீ வர ஹாஸ்பிட்டலில் கன்செஷன் நான் பேசிக்கிறேன்டா, கன்செஷன் പിടിക്കണ്ടാണ്. ഞാൻ കൊലാപ്സ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞങ്ങളുടെ വീട് ജപ്തി. ഒരു യൂട്യൂബ് ബ്ലോഗർ, അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, വെളുത്തിട്ട് ഒരു യൂട്യൂബ് ബ്ലോഗർ അന്തസ്ഥായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എവിടെ ഉണ്ടായാലും ബഹുമാനം ഉണ്ട് കേട്ടോ,
അവരുടെ ഇൻ്റർവ്യൂവിൽ തന്നെ നീ ശ്രദ്ധിച്ച് കേൾക്കണം. 2 മക്കൾ ആൺകുട്ടികൾ, പിന്നെ 2 മരുമക്കൾ, മൊത്തം ആണുങ്ങളുടെ കണക്ക് പറയുന്നു. ആണുങ്ങൾക്ക് 5 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റില്ല ജപ്തിയുള്ള വീട്. ഒരു സ്വന്തം മകൻ, ഞാൻ ഇപ്പോഴും ഒരേ ഒരു കാര്യം, അവനെ ഞാൻ കണ്ടാൽ என்ன വയസ്സ്, അവനക്ക് ക്യാൻസറാ, കാല് വയ്യാവാ, ദേഹത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ, നല്ല തടിയണല്ലേ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. സ്വന്തം മകൻ അമ്മ ഈ പ്രായത്തിലും മോളി ചേച്ചി കഷ്ടപ്പെട്ട് ഈ അസുഖത്തിലും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വന്തം മകൻ 4 പേരെടുത്ത് കാശ് ചോദിച്ചുകൊണ്ടിരിക്കുക. അവൻ ആരോഗ്യമുണ്ട്, പണിയാൻ നല്ല ആരോഗ്യമുണ്ട്. ആ വീട്ടിൽ കണ്ടല്ലോ ഇത്രയും തടിച്ചിട്ടിരിക്കുകയൊക്കെ കണ്ടിട്ട് വളരെ സിമ്പിളായിട്ട്, ഭക്ഷണത്തിന് പോലും കഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ബാല എന്ന നടൻ സഹായിക്കാൻ കാരണം എന്താ? അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് വളരെ 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 ഗണ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക. സ്വന്തം മകനുക്ക് പണിയെടുത്ത് അമ്മയെ പോലും നോക്കുന്നില്ല. ഞാൻ തമിഴ്നാട്ടിലേருந்து வந்து நீங்கள் கேட்ட காசை விட நான் உங்களுக்கு தந்திருக்கேன். ഏത് രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തി എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചോദിച്ച കാലം ഞാൻ കൂടുതൽ കാശും കൊടുത്ത് ഞാൻ മരണത്തെ പോയി ഫേസ് பண்ணிட்டுருக்கும்போது എന്ത് മനസാക്ഷി, എന്ത് കൺസെപ്റ്റിലാണ് എന്നെ കുറ്റം പറഞ്ഞത്? ഇവർ കുറ്റം പറയുമ്പോൾ ബാല മരിക്കുമെന്ന് ഇവർ വിചാരിച്ചിരുന്നല്ലേ? ആയിരിക്കും. പക്ഷേ തിരിച്ചു വന്നാൽ ചോദിക്കുമല്ലേ? ചോദിച്ചില്ല. ഇപ്പം നമുക്കത് വിടാം. അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പിന്നെ വന്ന് പറഞ്ഞു സിനിമയിൽ ബാലയാണ് സഹായിച്ചതെന്ന് അവർ പറഞ്ഞു. ഓക്കെ, പക്ഷേ മോളി ചേച്ചിക്ക് ഇനിയും കുറേ പടങ്ങൾ അഭിനയിക്കണം, നന്നായിരിക്കണം. പക്ഷേ അവരുടെ മകൻക്ക് എൻ്റെ ഭാഗത്തിലിരുന്ന് ഒരു മാപ്പില്ല. മാപ്പ് കൊടുക്കത്തില്ലേ? അല്ല, ഞാൻ കൊടുക്കില്ല. ഞാനല്ല, അറിവുള്ള ആരും കൊടുക്കത്തില്ല. പോയി പണിയെടുക്കാൻ പറയാം. എന്നിട്ടും ബാല സഹായിച്ചു, ചെയ്തു. അതെൻ്റെ ഇപ്പം എൻ്റെ ഇൻറ്റൻഷൻ. ഏൻ ദൈവം എന്നൊരു ചോദ്യം ചോദിച്ചല്ലേ, അതൊക്കെ ഉത്തരം ഇപ്പം പറയാം. ദൈവം ഉണ്ടോ? ഇപ്പം ഞാൻ ഉത്തരം പറയാം. അതായത് എൻ്റെ വീട്ടിലേക്ക് ഒരു നന്നായി പഠിച്ച കുട്ടീനെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു. അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ 50,000 രൂപ കൊടുക്കാനായിട്ടിരുന്നു. ഡയറക്റ്റ് അക്കൗണ്ടിൽ അടയ്ക്കും. തെറ്റാണോ? ഇല്ല. പക്ഷെ അക്കൗണ്ട് നമ്പർ ഇല്ല. ശരി, അവരെന്തോ കളക്ട് ചെയ്തിട്ടുണ്ട്, നാട്ടുകാരെല്ലാം ഇട്ട് അക്കൗണ്ടിലുണ്ടോ? 0 ബാലൻസ് അക്കൗണ്ട്. ഇപ്പം നമ്മളിത് ചെക്ക് ചെയ്യുക. ശരി, ഒരു തെളിവിന് ഒരു ഫോട്ടോ എങ്കിലും എടുത്താൽ പറ്റില്ല. അപ്പം ഞാൻ ഒന്നേ എനിക്കൊരു തെളിവ് വേണം. തീർച്ചയായിട്ടും. കാരണം 1-2 രൂപയല്ലേ കൊടുക്കുന്നത് കേട്ടോ. ഇല്ല, 4 IT ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലും നിങ്ങൾ എങ്ങനെ ഇത് കൊടുത്തു, എങ്ങനെയാണെന്ന് പറഞ്ഞു. കയ്യിലെ കാശായിട്ട് കൊടുക്കാൻ നിയമമല്ല. ഇല്ല. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് നടന്നില്ല. പക്ഷേ ഇവർ അഡ്രസ്സ് ചോദിച്ചു വന്നപ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും പരിചയപ്പെട്ടു. ആ ചേട്ടന് ക്യാൻസർ വന്നിട്ട് ഒരു സൈഡ് പോയതാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടി വഴി ചോദിച്ചിട്ട് വന്നതാണ്. സഹായിക്കാൻ വന്നതല്ല. ഇല്ല, ചേട്ടൻ അവരെ സഹായിക്കാൻ കൂടെ കൊണ്ടുവന്ന, എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അവരുടെ വൈഫ് ഞാൻ ഇപ്പോൾ സംസാരിച്ചപ്പോൾ എന്താ പറയുന്നത്, അവരുടെ വായി തുറന്ന് നോക്കിയപ്പോഴാണ് നീ ഞാൻ കണ്ട കഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന്, ഇപ്പോൾ അവരെ സഹായിക്കാൻ പോകുന്നു ഞാൻ. അവിടെ ദൈവമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് തെറ്റായാലും വിധിച്ച വിധി എന്നെ കൊണ്ട് എന്തായാൻ പറ്റും? കാശ് തരാനുള്ള മനസ്സ് ബാലയ്ക്കുണ്ട്. കാശ് എവിടെ കൊടുക്കണം തീരുമാനിക്കുന്നത് ആരാ? ദൈവം. വിളിച്ചോട്ടെ. വിളിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ഷോർട്ടാക്കി ഞാൻ പറയാമോ? ഞാനും എൻ്റെ ക്രൂവും എല്ലാവരും കണ്ടതല്ലേ? ഞാനും ഈ ക്രൂ ഈ വീട്ടിൽ വന്ന സമയത്ത് ഏതൊരു നടൻ്റെ വീട്ടിൽ ചെല്ലാനും ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട് കേട്ടോ. ബാലച്ചേട്ടൻ്റെ വീട്ടിൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ബാലച്ചേട്ടൻ കയറി വാടാ മക്കളെ എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ വന്ന സമയത്ത് പഠിക്കാൻ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ ബാലച്ചേട്ടൻ തന്നെ വിളിച്ച് വന്നു. ആ കുട്ടിയും കുട്ടിയുടെ അമ്മയും വന്നു. ഒരു അക്കൗണ്ട് നമ്പർ പ്രോപ്പറായിട്ടില്ല ആ കുട്ടിക്ക്. 2 ബാലച്ചേട്ടന് എത്ര സഹായം എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ക്രൂ എല്ലാം കൂടെ ചെക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ജെനുവിനായിട്ട് തോന്നിയില്ല. പക്ഷേ അവരെ സഹായിക്കാനായിട്ട് കൂടെ വന്ന ഒരച്ഛനെ അമ്മയുമാണ് ഞങ്ങളിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അവർ സഹായം ചോദിച്ചു വന്നതല്ല. ബാലച്ചേട്ടനെ കാണണം, ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് അവരോട് ഇഷ്ടം എന്നറിയാം ബാലച്ചേട്ടാ. അവർക്ക് ഇവരെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവരിപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അവർക്ക് ഇവരെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ.
ദൈവമുണ്ട് എന്നതിന് ഉത്തരവല്ലേ? അവരെ വിളിക്കാം. വരുവോ ബാലചേട്ടൻ തന്നെ വിളിച്ചോ. വരൂ. ഇപ്പം നിൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവും. എൻ്റെ ഫേമസ് ഡയലോഗ് തന്നെ. ചോദിച്ചോടാ. ഞാൻ പൊട്ടനാ. ആ മനസ്സിലുണ്ടല്ലേ ചോദിക്കാൻ? ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ക്യാമറയെ നോക്കി വ്യക്തമായിട്ട് പറയാം, ബാലചേട്ടനെ പരിചയപ്പെട്ടത് പിന്നെ ഇതുപോലൊരു ലോക പൊട്ടൻ എൻ്റെ ജീവിതം കണ്ടു. കാരണം എന്ന് വെച്ചാൽ ഒരാൾ ഒരു വീട്ടിൽ വരുമ്പം അവരെ പറ്റി തിരക്കാതെ അവരെന്താണെന്നറിയാതെ പൈസ വേണോ ബാലചേട്ടൻ ഇങ്ങനെ ലോക പൊട്ടനാവല്ലേ. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? കഴിഞ്ഞോ? നിങ്ങൾക്ക് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ഒരു ലോക പൊട്ടനാന്ന്? എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ഇത് മനസ്സിലായില്ല എന്താണെന്ന് സംഭവം. சரி ஓகே. இப்போ அதுக்கு மறுபடி நான் தானே சொல்லணும். இப்போ நீங்கள் ഇവിടെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അറിയോ? നിങ്ങൾ ഇപ്പോഴും എൻ്റെ അടുത്ത് സഹായം ചോദിച്ചിട്ടില്ല. പക്ഷേ കഷ്ടപ്പാട് മനസ്സറിഞ്ഞാണ് ഞാൻ ചെയ്യുന്നത്. മനസ്സറിഞ്ഞ് ദൈവം നിങ്ങളെ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഞാൻ സഹായിക്കുന്നത് ദൈവത്തോടെ തീരുമാനമാണെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയാണെങ്കിൽ ഞാൻ പൊട്ടനായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പൊട്ടൻ തന്നെയാണ് കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ വരുന്ന സമയത്തെ വന്ന സന്ദർഭം ഇരടാ ഒരു സെക്കൻഡ് എപ്പോഴും നന്മ ചെയ്തിട്ട് സംസാരിക്കാം. അല്ലല്ല നിങ്ങൾ തന്നെ പറഞ്ഞോട്ടെ, ആളെന്താന്ന് പറഞ്ഞോട്ടെ. മിണ്ടാതിരിക്കടാ. ഞാനായിട്ടിരിക്കട്ടെടാ. ഞാൻ എന്തിനാടാ ക്യാമറ മുമ്പ് അഭിനയിക്കണം? സഹായം ചോദിക്കാതെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നവന് ഇന്ന് ബാലചേട്ടൻ കൊടുക്കുന്നത് ഇല്ല, അങ്ങനെയല്ല. 20,000 രൂപ. ഒരു സെക്കൻഡ് ഞാൻ പറയും ബാലചേട്ടാ, ക്യാമറ ഒന്ന് അടുത്തൊന്ന് കാണിക്ക്, വായ കാണിക്ക് അദ്ദേഹത്തിന്. അല്ല ബാലചേട്ടൻ അല്ല, ചേട്ടൻ പറഞ്ഞു ഈ മൈക്ക് ചേട്ടൻ പിടിച്ചോ. ആ വായ ഒന്ന് കാണിച്ചു, മൈക്ക് അടുത്ത് പിടിച്ചോ. ഈ മാർക്ക് ഒന്ന് കാണും. കഴുത്ത് മുഴുവൻ ഓപ്പൺ ചെയ്തിരിക്കുക. ചുമ്മാ അല്ല ഞാൻ കൊടുക്കുന്നത്. അസുഖം എന്തോന്ന് പറയാം. ഈ ഇവിടെ എന്തോ ഒരു മാർക്ക്. ഈ കഴുത്ത് മുഴുവൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ബോണില്ല. ക്യാൻസർ ആയിരുന്നു. ഞാൻ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആളായിരുന്നു നേരത്തെ വന്നത്. അപ്പോൾ അവർക്ക് വാത്സാറിൻ്റെ വീട് അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല. വഴി പറഞ്ഞു തന്നപ്പോൾ ഞാൻ കൊണ്ട് നാക്കാം. അപ്പോൾ വൈഫിനെ വിളിച്ച് അവരായിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഇവിടെ വന്നത്. അകത്ത് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഇത്ര സിമ്പിളാണെന്ന് മനസ്സിലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാത്സാറിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കാൻ പറ്റിയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതായത് അന്വേഷിക്കാതെ ഇവിടെ എന്ത് കാശ് കൊടുക്കുമെന്ന് പറയുന്നത് തെറ്റാണ് അജിത്. ഞാൻ ഒരുപാട് നമുക്കൊരു ടീമുണ്ട്, അന്വേഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വ്യക്തിക്കൊക്കെ ഈ ഡീറ്റെയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചത്. ചുമ്മാ അങ്ങനെ കാശ് എടുത്ത് നമ്മൾ എറിയാറില്ല. സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കടമ അല്ല. ബാലചേട്ടൻ പൈസ എറിഞ്ഞിട്ടുണ്ട്. തിരിച്ചവര് ബാലചേട്ടനെതിരെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാലചേട്ടാ നന്നായിരിക്കട്ടെ. എന്താ വെച്ചോ? അല്ല അമ്മ ചേച്ചി വെച്ചോ. എന്താ വെച്ചോ? ഓക്കെ. ചേച്ചിക്ക് ഈ നിമിഷത്തിൽ എന്തോ പറയാനുള്ളത്? എനിക്ക് പറയാനായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചല്ലേ. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞോടാ. ഇത്രയും ഇതെത്തിയത് ഞങ്ങളുടെ ഭാഗ്യം നോക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ധനേഷിനെ വീട്ടിൽ വിളിക്കാൻ മണിയെന്നാണ്. മണിക്ക് ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ ആകെ തളർന്നു പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 കുട്ടികൾ, എൻ്റെ 2 കുട്ടികളുണ്ട്. എൻ്റെ ജോലിയും പോയി. എന്താ വെച്ചാൽ 5-6 മാസം ഞങ്ങൾ തിരുവനന്തപുരത്ത് RCCയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ്. കുറേ കൂട്ടുകാരന്മാർ സഹായിച്ച് ഞാൻ ജോലി ചെയ്യുന്നിടത്തും എല്ലാവരും സഹായിച്ചിട്ടാണ് ഞാൻ ഇത്രയും എത്തിച്ചത്. എങ്ങനെയാണ് പിന്നെ എനിക്ക് വേറെ സങ്കടം ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മ അത് അവരെ സഹായിക്കാൻ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ആണ് தெரியுமா? ഇവരുടെ പേര് കൂടെ എനിക്ക് தெரியாது. പേര് ധനേഷ്. നല്ല ഇരിക്കട്ടെ. ധന്യവാദം ധനേഷ്. നല്ല ഇരിക്കട്ടെ ചേട്ടാ. അസുഖം വന്നു, ഞാൻ പോലും ഈ കൈ ചേർത്ത് പിടിക്കത്തില്ല. ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ബാലചേട്ടനായിരിക്കും. അത് ഉറപ്പ് തരാം. എന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് സംസാരിച്ച് നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ആവശ്യം വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഇന്ന് ആവശ്യമില്ലാതെ സഹായിച്ചിട്ടുണ്ട്. മതി. ദൈവമായിട്ട് തന്നെ എത്തിച്ചാണ്.
ഉറപ്പായിട്ട്. താങ്ക് യു. ரைட்டா வா நல்லா நல்லா ஐயோ சரி வா அடுத்த டாபிக் போகலாம். എന്നാ എടുത്തിട്ട് പോയിക്കോ കേട്ടോ. അത് മതി. ഓക്കെ ഞാൻ എടുത്തുതരാം. ഈ വേദന എന്താണ് എനിക്ക് മനസ്സിലാവും, ഇവർക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലാവും. ഞാൻ കിടന്നത് ഇവിടെ ഇருந்து ഇവിടം വരെ. അപ്പൊ ഈ വേദന എങ്ങനെ കിടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. വേണ്ട വേണ്ട കാണിക്കല്ലേ, വേണ്ട. താങ്ക് യു കേട്ടോ. പോയിട്ട് വാങ്ങ, സന്തോഷമാ പോയിട്ട് വാങ്ങ. ഒരുപക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല, ബാലചേട്ടൻ്റെ സ്വന്തം സഹോദരൻ ശിവ ഡയറക്ടർ അല്ലേ? എല്ലാവർക്കും അറിയാം. ഇല്ല, എന്നാലും അറിയാത്തവരുണ്ട് നമ്മുടെ പ്രേക്ഷകരെ. കങ്കുവ സിനിമ, ആ സിനിമയെ പറ്റി എന്തോ ബാലചേട്ടന് പറയാനുള്ളത്? ആക്ച്വലി കങ്കുവ പടം എൻ്റെ ചേട്ടനാണ് ഡയറക്ടർ, നമ്മ പ്രിയപ്പെട്ട സൂര്യാണ് നായകൻ. ഈ ശിവചേട്ടനെ സൂര്യ വെച്ച് മാത്രമാണോ പടം ചെയ്യുന്നത്? ഇല്ലടാ, ഫസ്റ്റ് പടം ആ അജിത് സാർ വെച്ചിട്ടാണ് 5 പടം ചെയ്തത്. ഓക്കെ. പിന്നെ രജനി സാറ്, രജനികാന്ത് സാർ പടത്തിൽ ഞാനും അഭിനയിച്ചിരുന്നു. അപ്പം ചേട്ടനും അനിയനും ചെറിയ ടീമല്ല. അപ്പോൾ ഈ കങ്കുവ പടത്തോடைய പ്രൊഡ്യൂസർ ജ്ഞാനവേൽ രാജ, സൂര്യ സാറുடைய ബ്രദറ്. അപ്പോൾ ഞാനായിരുന്നു ഡയറക്ടറായിട്ട് സൈൻ ചെയ്തിരുന്നത്. ആ സിനിമയുടെ കങ്കുവക്ക് മുമ്പ് ഞാനായിരുന്നു. എൻ്റെ സൈഡിലിരിക്കുന്ന സ്ക്രിപ്റ്റ് ബുക്ക് അതാണ്. അപ്പോൾ ഒന്ന് കാണിച്ചേ, സ്ക്രിപ്റ്റ് തുറക്കണ്ട, ഇതാണ് അതിൻ്റെ. ബാലചേട്ടൻ തന്നെ പ്രസൻറ്റ് ചെയ്തോ? ഇതാണ് ടൈറ്റില്. പക്ഷേ ഇത് ഞാനപ്പോൾ കുറച്ച് ലൈഫിൽ കുറച്ച് പ്രോബ്ലംസ്, പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടപ്പോൾ അതിൽ കുറച്ച് സമയം എടുത്തു. ഇനി ചെയ്യും ഈ പടം. ഇപ്പം ടൈറ്റിൽ എന്താണ് അറിയോ? ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, പറ. ഞാൻ വീഴ്വേൻ എന്ന് നിனைத்தாயோ. അടിക്കണ കൈ. അതിൽ ക്യാപ്ഷൻ സൂര്യ സാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ക്യാപ്ഷൻ ആയിട്ടത് എൻ ഇറുതി ആയുധം ഞാൻ. ജീവിതത്തിൽ എല്ലാം പോയാലും, ബന്ധുക്കളെല്ലാം പോയാലും, ഭാര്യ പോയാലും, മക്കൾ പോയാലും, സുഹൃത്തുക്കൾ എല്ലാവരും പോയാലും, എൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ആയുധം, വെപ്പൻസ് എല്ലാം പോയാലും, ഇഫ് ഐ എം ഏബിൾ ടു സ്റ്റാൻഡ്, ഫൈറ്റ് ഇസ് ഓൺ. എൻ്റെ കയ്യിലുണ്ട് എൻ ഇറുതി ആയുധം, എന്നോட വെപ്പനെ ഞാൻ தான் വെപ്പൻ. അതുதான் ക്യാപ്ഷൻ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ പടം ചെയ്യണമെന്നുള്ള ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. കങ്കുവ റിലീസിന് ശേഷം അത് സംസാരിക്കും. ഞാനാണ് ഡയറക്ടർ, ഞാനാണ് എൻ്റെ സ്ക്രിപ്റ്റാണ്. ഡയറക്ടർ ശിവയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴെങ്ങനെ? സ്വന്തം ചേട്ടൻ്റെ അതെനിക്കറിയാം, എന്നാൽ ഇപ്പോഴുള്ള ബന്ധം എങ്ങനെ? എപ്പോഴും ഒരേ തന്നെ, ഒരേ തന്നെ, എപ്പോഴും അതേ വാടാപ്പോടെ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധി ബാലചേട്ടന് വരുന്ന സമയത്ത് ചേട്ടൻ എന്ന നിലയിൽ ശിവ എന്തൊക്കെ ഉപദേശമാണ് തരുന്നത്? ഇതുവരെ ചെയ്തിട്ടില്ല, ഉപദേശിച്ചിട്ടില്ല. അവർക്കറിയാം. ഉപദേശമൊക്കെ ആരാണറിയോ ചെയ്യുന്നത്? ശരിക്കും ജീവിതത്തിൽ ഇത് നല്ലൊരു പോയിന്റാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഉപദേശം ചെയ്യുന്നത് നമ്മുടെ ജീവിതം കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവർ അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമുക്കെന്ത് ഉപദേശം തരും. ഇത് എങ്ങനെ നമ്മൾ എടുക്കണമെന്നറിയോ? ലോകത്ത് ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും വലിയ കഷ്ടപ്പാട് കുടിച്ചവൻ പേച്ച കുടിക്കാതവൻ കേൾക്കരുത്. അതായത് കള്ളു കുടിച്ചവൻ സംസാരിക്കുന്നത് കള്ളു കുടിക്കാതവൻ വളരെ പേഷ്യൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കും. അതേമാതിരി ഒരു വേദന ഉണ്ടല്ലോ, അതേപോലെയാണ് നമ്മുടെ ജീവിതം എന്താണെന്ന് ഒരു പിടിയില്ലാത്തവർ നമുക്ക് വേണ്ടി അഡ്വൈസ് ചെയ്യുമ്പോൾ ഒന്ന് അവർ കോമഡി പീസായിട്ടാണ് കോമഡി പീസ്. ഞാൻ ഇപ്പോൾ തണ്ണിയിൽ പോയി മുഴുകി മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരാൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വാ പുറത്തു വാ, നീ രക്ഷപ്പെടുത്തുന്നത് മീനയാ, അത് തണ്ണിയിലേ ജീവിക്കുള്ളൂ, ജീവിക്കുള്ളൂ. ആ പൊതു അറിവില്ലാത്തവരാണ് അടുത്തവരുടെ ജീവിതത്തെക്കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. ഈ കമൻസൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലും നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട്. സ്വപ്നത്തിൽ പോലും ഇങ്ങനൊക്കെ ജീവിതങ്ങൾ ഉണ്ടോ എന്ന് പോലും നെട്ടിപ്പോയ കാര്യങ്ങൾ, സത്യങ്ങളുണ്ട്. അത് കൈകാര്യം ചെയ്തതും വലിയ നല്ല മനസ്സുള്ള വലിയ ആളുകളാണ് ഇതിൽ ഇടപെട്ടത്, അതായത് അറിയുന്നവർ. അപ്പോൾ എല്ലാം നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി കറക്റ്റായിട്ട് ഡെസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇനി അഭിപ്രായം പറയാൻ നിൽക്കരുത്.
ചില ആളുകള് ബാലചേട്ടന്റെ വീഡിയോ കാണും, നിങ്ങൾ ആർക്കും അറിയാത്ത കാര്യം കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയും? ചില ആളുകൾ ബാലചേട്ടന്റെ വീഡിയോ കാണുമ്പോൾ പറയുന്നത് നീ വരത്തനല്ലേ, നീ വരത്തനല്ലേ. വരത്തൻ മീൻസ് തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നു, അവിടുന്ന് കൊച്ചിയിലോട്ട് വരുമ്പം നീ തമിഴ്നാട്ടുകാരനാ, ഇവിടെ വന്ന് നീ പറയാൻ ആരുമല്ല എന്ന് പറയുന്നവരോട് ഈ നിമിഷം എന്തോ പറയാനുള്ളത്? നന്ദി പറയാം. ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ? ഒരേ ഒരു കാര്യം ഓർത്തോ, നിനക്കും അങ്ങനെ ചിന്താഗതി ഉണ്ട്, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ എഴുതി വെച്ചോ. ഇന്ന കാലഘട്ടത്തിൽ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഒരു 10,000 രൂപ ചോദിച്ചു നോക്ക്. അന്ന് ജാതിയോ മതമോ മൊഴിയോ ഭാഷയോ ഒന്നുമില്ല, സ്നേഹം മാത്രം വലിയതിനും തോന്നുമ്പോൾ എന്നെ വിളിക്കുക. അപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കും, ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കും. നീ പറഞ്ഞതൊന്നും എൻ്റെ മനസ്സിലുണ്ടാവില്ല, സ്നേഹം മാത്രം ഉണ്ടാവില്ല. ഒരുപാട് ശത്രുക്കള് കുറഞ്ഞ കാലയളവിൽ ഉണ്ട് ബാലചേട്ടന്. ഈ ശത്രുക്കൾ തിരിച്ചു വരുമ്പം ഇവരെ കെട്ടിപ്പിടിക്കാനുള്ള കാരണം എന്തുവാ? ശത്രുക്കൾ ഒരുപാടുണ്ട്, സീരിയസ്ലി ഉണ്ട്. അവൻ ചെയ്ത തിന്മയെ ഞാൻ മറന്നിട്ടേ, പക്ഷെ അവൻ്റെ പേര് ഒരിക്കലും ഞാൻ മറക്കില്ല. മഴയാണോ? ശരിയാ. I will not, I can forget what you did to me, but I will never forget your name. അത് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു പാഠം എന്തുവെന്നറിയാവോ? ഒരു മകളെ ഇത്രമേൽ സ്നേഹിക്കുന്നു, ഭാര്യ പോകുന്നു, മകളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്നിട്ട് ഒരുപാട് ആൾക്കാർ സഹായത്തിനായിട്ട് വരുമ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടും പുറമെ ചിരിച്ചു കാണിക്കുന്നു? ഈ ഇൻ്റർവ്യൂവിൽ ഏറ്റവും നല്ല ഒരു ചോദ്യമായിട്ട് ഞാൻ എടുക്കുന്നു. എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ജീവിതത്തിൽ ഞാനല്ല, ഒരു വ്യക്തി കുടുംബം ഇഴക്കുന്നു, ബന്ധങ്ങൾ ഇഴക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവമായിട്ട് വിചാരിച്ച കരിയറും ഡിസ്റ്റർബ് ആവുന്നുണ്ട്. എല്ലാത്തിനും മേലെ അവൻ്റെ ജീവിതത്തെക്കാളും സ്നേഹിക്കേണ്ട അവൻ്റെ മകൾ നഷ്ടപ്പെടുമ്പോൾ, അവനെക്കാളും ഇഷ്ടപ്പെടുന്ന സ്വന്തം മകളെ നഷ്ടപ്പെടുന്നത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആറ്റിറ്റ്യൂഡിന് ഒരു കാര്യം വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ രണ്ട് ചിന്താഗതി ഇതാ. ഒരുത്തനക്ക് തോന്നും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ സൈഡിൽ ന്യായങ്ങളുണ്ട്, എൻ്റെ മകളെ കള്ളം പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഇനി എന്താ ഞാൻ എന്തിനാ അടുത്തവൻ്റെ മകളെ പോയി സഹായിക്കണം, ഞാൻ എന്തിനാ ഈ ഭൂമിക്ക് നന്മ ചെയ്യണം, ഈ ഭൂമി കാരണമല്ലേ ഞാൻ നഷ്ടപ്പെട്ടത്, ഞാൻ പട്ടിയെപ്പോലെ പണിയെടുത്ത എൻ്റെ എല്ലാം ഡിസ്റ്റർബായില്ലേ, എൻ്റെ ലൈഫേ ഡിസ്റ്റർബായില്ലേ, എനിക്ക് ഒരു നന്ദിയും ഇല്ലെന്ന് പറഞ്ഞിട്ട് മാറുന്നത് ഒരു ആറ്റിറ്റ്യൂഡ്. രണ്ടാമത്, എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെട്ടാലും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മകൾകൾ പിള്ളേർ നന്നായി പഠിച്ച് നന്നായി വരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ 8 പ്രാവശ്യം മരിക്കാൻ പോയപ്പോഴും ആ വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇനി ഒരുത്തൻ വേദനിച്ച് മരിക്കാൻ പാടില്ല. എൻ്റെ കയ്യിലെ കാശുണ്ട്, എനിക്ക് അന്തസ്ഥായിട്ട് മെഡിസിൻ മേടിക്കാൻ പറ്റും, മറ്റവർക്കും ആ മെഡിസിൻ കിട്ടണം, പക്ഷെ മേടിക്കാൻ പൈസ ഇല്ല, അവനക്കും കിട്ടണം. പണിയെടുത്ത് അന്തസ്ഥായിട്ട് ജീവിക്കുന്നവനക്ക് അവൻ എന്നാൽ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുത്ത് അവൻ്റെ തൊഴിലിലെ മേലിലേക്ക് പോകണം. അങ്ങനെയും രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ആ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡിലാണ് മക്കളെ ഞാൻ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് സഹായം ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ചെയ്യരുത്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, എന്നെ ഡിസ്കറേജ് ചെയ്യരുത്. ഒരു പക്ഷേ ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയാണ്, ഞാൻ ഒരാഴ്ച നിർത്തി വെച്ചു മനസ്സ് സങ്കടത്തിൽ. ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നു, തൊട്ടടുത്ത് തന്നെ ഒരു ഐ ഹോസ്പിറ്റൽ, ചൈതന്യ ഹോസ്പിറ്റൽ, അതിൻ്റെ MD അതിൻ്റെ ഡോക്ടർ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ബാലാങ്കര ഒരു ബാലകുമാർ, J ബാലകുമാർங்கிற ഒരു അക്കൗണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ചാരിറ്റി അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇത് யார் என்ன ஏன் இந்த ஆள் ഇത്രയും ഓപ്പറേഷൻ, ஏன்னா ஐ ஆப்ரேஷனா കുടുംബത്തിൽ ഒരാൾക്ക് അതും ഇത് മിനിറ്റ് യാരെന്ന് പോയി ഇത് നടൻ ബാലാന്ന് പറയുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട്, സാർ ഈ ലോകത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല സാർ, എന്തുകൊണ്ടാണ് പറയാതെ? ഇല്ല സാർ, എന്നെ പറ്റും, ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് പറ്റില്ലേ, ഞങ്ങളും കൂടാന്ന് പറഞ്ഞിട്ട്
ഇപ്പോൾ ചെയ്യുന്ന ഐ ഓപ്പറേഷനുക്ക് ഒരു ഡോക്ടർ പോലും കൂലി മേടിക്കുന്നില്ല. പൈസ മേടിക്കുന്നില്ല, കൂലി മേടിക്കുന്നില്ല. അതോടെ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ചിലവും അവരുടെ ട്രീറ്റ്മെൻറ്റും എല്ലാ മെഡിസിൻസും എല്ലാം ഞാൻ ചെയ്യും. അത് ആക്ടർ ബാലയെന്ന് അറിഞ്ഞുകൊണ്ടാണോ? അറിഞ്ഞുകൊണ്ട് അല്ല, ആക്ടർ ബാലാന്ന് അറിഞ്ഞുകൊണ്ടത് മാത്രമല്ല, എനിക്കും മനസ്സുണ്ട്, നമുക്കും മനസ്സുണ്ട്, നമ്മളും ചെയ്യണമെന്നുള്ള ആ ഒത്തൊരുമ അവർ പുണ്യത്വം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നന്മ ചെയ്യുമ്പോൾ ഞാൻ ഒരു ചാനലിൽ പറഞ്ഞു ഐ ഓപ്പറേഷൻ ഞാൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ തപ്പുന്നത്. ഓ ഇത്രയും ചെയ്തിട്ടുണ്ടോ ബാല ഈ ഹോസ്പിറ്റലിൽ? എന്നിട്ട് ഒന്നും മിണ്ടില്ലല്ലോ പുള്ളി. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ தான் சொன்னேன். ഇപ്പം കിട്ടിയ നന്മ കണ്ട ഇനി ഞാൻ ധൈര്യമായിട്ട് ഈ ചാനലിൽ പറയാമല്ലോ. പാവപ്പെട്ടവർ കഷ്ടപ്പെട്ടവർക്ക് மட்டும்தான் എല്ലാവരും വരാതിங்க. കഷ്ടപ്പെട്ട് ഒരു നിവൃത്തി ഇല്ലാത്തവർക്ക് കണ്ണ് പോയാൽ പോയി, ജീവിതത്തിൽ കണ്ണ് പോയി കഴിഞ്ഞാൽ പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ട് ഒരു രാശിയിൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് വെക്കാം. അത് എല്ലാവർക്കും ഒരുപോലുള്ള ചോദ്യമാണേ. ബാലചേട്ടനോട് ഈ ഒരു ഫോട്ടോ ഇട്ട സമയത്ത്, ഒരൊറ്റ ഫോട്ടോ ഇട്ട സമയത്ത് എന്നോട് കുറേ പേര് മെസ്സേജ് അയച്ചു, അജിൻ എനിക്ക് ബാലചേട്ടനെ കാണണം, സഹായം വേണം. അപ്പോഴൊന്നും എനിക്ക് അവരോട് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നേ ഒരു സഹായമായിട്ട് വരുന്നവരോട് എങ്ങനെ വരണം, ഏത് രീതിയിൽ വരണം എന്ന് ബാലചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? സത്യമായിട്ട് വാ, എന്നെ ചതിക്കാൻ വരരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലെ സത്യം എന്താ കണ്ടിപ്പാக ദൈവം കൂടെ ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ പക്കവായിട്ട് റെഡി ചെയ്തിട്ട് വാ. ചുമ്മാ എന്നെ വിളിച്ച് 5000 താ 6000 തരാൻ ചെറുപ്പക്കാരൊക്കെ വിളിക്കുന്നത് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. 24 വയസ്സിൽ 2 ഇഷ്ടം പോലെ ഉണ്ട്. ഒരുത്തൻ രാത്രിയിൽ വിളിച്ചിട്ട് ബാലചേട്ടാ ഭയങ്കര കഷ്ടപ്പെടാ, എന്താ വേണം, എനിക്ക് ടച്ച് സ്ക്രീൻ മൊബൈൽ വാങ്ങിച്ചതാണ്. ഒരുത്തൻ വിളിച്ചിട്ട് നൈറ്റിൽ നിവിൻ പാളി നമ്പർ തരുമോന്ന് 12 മണിക്ക് ചോദിക്കുന്നു. ശരിക്കും ഞാൻ ഓപ്പണായിട്ട് പറയാമല്ലോ, ഒരുപാട് നടന്മാർ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഞാൻ പൊട്ടൻ എന്ന് സൂചിപ്പിച്ചത് സാധാരണക്കാരന് ഇടയിലെ ഒരു സാധാരണക്കാരന് കേട്ടോ. സാധാരണ ബാലചേട്ടൻ്റെ പവർ വെച്ച് പൊസിഷൻ വെച്ച് ഒരു സഹായം ചെയ്യേണ്ട വ്യക്തിയല്ല. പക്ഷെ ഇന്ന് ബാലചേട്ടാ എനിക്ക് തരാനുള്ളൊരു കാര്യം, ഒരു ഉമ്മ എന്നോട്ടെ. ആടാ അതേപോലെ இந்த சேனலில் அஜின் எடுத்து ஒன்று പറയാൻ ഈ കാണുന്ന സെല്ലുലായിഡ് അല്ലേ സെല്ലുലായിഡ് ചാനലിൽ കാണുന്ന പ്രേക്ഷകർക്ക്, പാവപ്പെട്ടവർക്ക് കണ്ണ് ഓപ്പറേഷൻ ആണെങ്കിൽ ഞാൻ ഫ്രീ ആ ചെയ്തു തരാം. ഇപ്പൊ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ട്രീറ്റ്മെന്റിക്ക് ഞാൻ ചെയ്തു. ബാലചേട്ടാ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഒരുപാട് സഹായങ്ങൾ വേണമായിരിക്കും. അവർക്ക് ബാലചേട്ടനിൽ എത്താൻ നമ്പർ കാണത്തില്ല, ബാലചേട്ടൻ്റെ വീട് അറിയത്തില്ല. അപ്പം ജെനുവിനാണെങ്കിൽ അവരെങ്ങനെ എത്തണം ഒന്ന് പറയാനാണെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ വരും അല്ലേ, സെല്ലുലായിഡ് ചാനൽ എല്ലാവർക്കും അറിയാം. നിന്നെ വിളിക്കും, നീ ജനുവൻ നോക്കി. അപ്പൊ ഞാൻ എന്ത് പറയണം? നീ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോവാ, സഹായിക്കും. കുറച്ച് പണി നീ എടുക്ക്, ഞാൻ പൈസ തരാം. ശരിയാ സാറേ. അല്ല ഒരു തെളിയിച്ച് പറയുന്ന ഒരു കാര്യം, ഈ പണ്ട് അമ്മ ഇപ്പോഴും ഉണ്ട്, ജയലളിത അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ ഒരു സ്കീം കൊണ്ടുവന്നു ഗവൺമെൻറ്. 2 രൂപയ്ക്ക് ഇഡ്ഡലി, 1.5 രൂപയ്ക്ക് ദോശ. അപ്പോൾ ഒരാൾക്ക് 10 രൂപ ഇരുന്നാൽ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാം. 10 രൂപയ്ക്ക് ഒരു ദിവസം മുഴുവൻ കഴിക്കാം. തൈര് സാധം 4 രൂപ. ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം വന്നു. അപ്പോൾ പാവപ്പെട്ടവർക്കെല്ലാം ഓക്കെ. കുറച്ച് കട്ട് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റും സ്റ്റാൻഡേർഡും ക്ലെൻലിനെസ്സും സൂപ്പർ. ഞാൻ ഇരിക്കുന്ന ഏരിയയിൽ പോയി ശരി ഇത് എങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അല്ലേ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BMW ബെൻസും ഞാൻ കണ്ടു. ഏറ്റവും വലിയ പണക്കാരൊക്കെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അത് തിരിച്ചറിയണം. ഇല്ലാത്തവനുക്കാണ് ഈ ഫെസിലിറ്റീസ് നമ്മൾ തരുന്നതാണ്. പാവമാണ് ഇല്ലാത്തവൻ ദൈവത്തോടെ പിള്ളை. ഇരിക്കുന്നവൻ അവനെ നോക്കിക്കോളും. ഇല്ലാത്തവനുക്കാ ചെയ്യേണ്ടത്. இப்போ நான் கண் ஆப்ரேஷன் ചെയ്ത് வைக்கிறேன்னா കണ്ണ് പിടിച്ചാൽ കിടക്കാതെ. പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബാലചേട്ടൻ്റെ അടുത്ത് പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വെച്ചിട്ട് മടി പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ കണ്ണ് കിട്ടേണ്ടവനക്ക് കിട്ടാതായി പോകും. അത് ചെയ്യരുത്. അത് ഒരു റിക്വസ്റ്റാണ്. നമ്മളിന്ന് യാഥാർത്ഥ്യം കണ്ടു. അറിയിക്കേണ്ടവന് നമ്മൾ കൊടുത്തു. പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചെയ്യരുത്. എന്നോട് ജീവൻ ഇരിക്കുന്ന വരയ്ക്കും ഞാൻ ചെയ്യരുത്. നമ്മുടെ ക്രൂ എല്ലാം ഈ ബാലചേട്ടൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് അറിയിക്കാത്തവന് അറിയിക്കപ്പെടേണ്ട സ്ഥാനത്ത് ബാലചേട്ടൻ കൊടുത്തു പൈസ അല്ലേ ദൈവം. എനിക്കൊറ്റ ചോദ്യം പ്രേക്ഷകർക്കും എനിക്കും ഈ ക്യാമറയ്ക്ക് മുന്നിൽ ചോദിക്കുള്ള ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. സ്വന്തം ജീവിതം കളഞ്ഞു, സ്വന്തം മകളെ നഷ്ടപ്പെട്ടു. ഒരുപാട് മകൾക്കും ഒരുപാട് അമ്മമാർക്കും ഒരുപാട് അച്ഛന്മാർക്കും
ഇന്നും ബാല എന്ന വ്യക്തി ജീവൻ കൊടുക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമില്ലേ? ഉണ്ടോ? ഒരുപാടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? നന്ദി പറയാൻ പറ്റും. അപ്പോൾ ഈ മകളെ നഷ്ടപ്പെടുത്തി വിഷമയില്ല ബാലചേട്ടാ? ഒരു കാര്യം, നമ്മൾ എന്ത് നഷ്ടപ്പെട്ടാലും എന്നെ ദൈവം എവിടെയാണ് വച്ചിരിക്കുന്നത്, ഏത് പൊസിഷനിലാണ് വച്ചിരിക്കുന്നത്, എന്നെ രാജാവ് പോലെ വച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ നിമിഷം എന്ത് വേണമെങ്കിലും എനിക്ക് നേടാൻ പറ്റില്ലേ, എന്ത് വേണമെങ്കിലും എനിക്ക് നേടാൻ പറ്റില്ലേ. അങ്ങനെ ஒரு இந்த கையை இப்படி வச்சிருக்காரு தெய்வம், இப்படி ஆக்கலே. நான் வேதனையில் படுத்தப்படும் என் ஜீவனை 8 പ്രാവശ്യം எனக்கு തിരിച്ച് ജീവൻ കൊടുത്ത ദൈവം വലിയതാ, എന്നെ കുറിച്ച് കുറ്റം പറയുന്ന ഈ പൊട്ട മനുഷ്യന്മാർ വലിയതാ. എനിക്ക് ഇവനെ കുറിച്ച് ഞാൻ കോൺസെൻട്രേറ്റ് பண்ணாൽ ദൈവത്തോട് നന്ദി കേട് കാണിക്കുന്നത് പോലെ ഞാൻ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്മ ചെയ്ത ദൈവത്തിക്ക് ഞാൻ ദ്രോഹം ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ പൊട്ടനെന്ന് പറഞ്ഞവരെ കൊണ്ടേ കൈയടിപ്പിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ ബാലചേട്ടനാ. അല്ല ബാലചേട്ടൻ, സത്യം ഞാൻ പറയാം, ഒരു നടനും ഇല്ലാത്ത ക്വാളിറ്റി ബാലചേട്ടനുണ്ട്. അത് ബാലചേട്ടനെ അടുത്തറിയാവുന്നവർക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, മകളെ മിസ് ചെയ്യുന്നുണ്ടോ ഇന്ന്? എന്നും എല്ലാ നിമിഷവും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെന്നെ ചോദ്യം. ഒരുപാട് പേര് എന്നോ കമൻറ്റ്லாம் சொல்கிறாங்க நியமபரமாயிட்டு அது இதுக்குப்பா நியமம். ஒரு சின்ன ஒரு தாட் சொல்கிறேனே, ஒரு அம்மா விசாரிക്കുന്നു മകൾക്ക് അച്ഛൻ ആവശ്യം, അച്ഛനെയും മകളെയും പിരിക്കാൻ പാടില്ല, അത് ശാസ്ത്രത്തിലില്ല, ഏൻ ദൈവത്തിക്കേ അത് പാടില്ല. ഒരു അമ്മയാണ് ചിന്തിക്കേണ്ടത്. മകൾക്ക് അച്ഛൻ ആവശ്യമെന്ന് അതിന് കോടതി വന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? കോടതിക്ക് പോയിട്ട് ഓ മകൾക്ക് അച്ഛൻ വേണമാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മകൾക്ക് അച്ഛൻ വേണം, അച്ഛനക്കും മകളെ വേണം. ഇത് ലോകത്തിൻ്റെ നിയമം. ഇത് എന്തിനാ മറ്റവർ പറഞ്ഞു കൊടുക്കണം? സ്വയം ചിന്തിച്ചാൽ പറയേ. ഞാനേ ഇതിനിടയ്ക്ക് എന്തിനാ ഇത്രയും ചർച്ചയും കമൻറ്റും? ഈ കമന്റും ചർച്ചയിൽ ഉപരി ഉണ്ടല്ലോ, ഒരു 100 പേര് ഈ വീട്ടിൽ വന്നു, ബാലയുടെ വീട്ടില് ആഹാരമില്ല, പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങുമോ ഉണ്ടല്ലോ കഴിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. കഴിക്കട്ടെ. ഞാനൊക്കെ ബാലചേട്ടനെ ആദ്യം കാണാൻ നേരത്തെ ട്രോള് വീഡിയോയിൽ കണ്ടതാ, പുതുമുഖം എന്ന സിനിമയിൽ കണ്ടതാ. പക്ഷെ അതിലുപരി എനിക്ക് പ്രത്യേകം എനിക്ക് വിഷമം തോന്നിയത്, ട്രോളി കാണുമ്പം നാ പൊട്ടനാ ഒറ്റ ഡയലോഗാ. അടുത്തറിയും ബാലചേട്ടാ, നിങ്ങളെപ്പോലൊരു വ്യക്തി ഉണ്ടല്ലോ ലോകത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അടിക്കട കൈ അങ്ങോട്ട്. അല്ല അല്ല ബാലചേട്ടാ, ഇത് ഓരോ ജനങ്ങളും അറിയണം. ഇനി അങ്ങോട്ടുള്ള യാത്ര എന്തുവാ? ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ബാലയ്ക്ക് സിനിമയില്ലേ, ബാലസഹായം മാത്രമേ ഉള്ളോ, അവിടെ എന്തോ പറയാനുള്ളത്? ഞാൻ വെയിറ്റ് പண்றேன்டா. ഞാൻ ഇനി പടം ചെയ്യുമ്പോൾ എനിക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ് അറിയണം. എൻ്റെ ഒരു വിചാരം, എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ഒരു നല്ല ഒരു നടനാണ്. അതിൻ്റെ മാക്സിമം ഞാൻ എനിക്ക് തരണം. ഞാൻ മാക്സിമം തന്നാലും ആ പടം വിജയിക്കുന്ന ഒരു പടമായിരിക്കണം. വിജയിച്ചാൽ മാത്രമേ, സക്സസ് വന്നാൽ മാത്രമേ ഇനിയും എന്നെയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനിയും ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഗുണമുണ്ടാവും. സോ അതിനു വേണ്ടി, കാശിന് വേണ്ടിയല്ല, ആ ഒരു പോയിന്റിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. കാശിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഈ 1.5 കൊല്ലത്തിൽ 2-3 സിനിമ അല്ല, എനിക്ക് ഒരു 20 പടമെങ്കിലും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ചുമ്മാ പടങ്ങളൊക്കെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേലിരിക്കുന്ന വിശ്വാസം ഇനിയും പോകും. ഞാൻ ഒരു തിരിച്ചുവരവ് വന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ തിരിച്ചു വന്നതൊക്കെ ഒരു അർത്ഥമുണ്ട്. എനിക്ക് ജീവനേ ദൈവം കൊടുക്കാൻ പറ്റുമെങ്കിൽ, നല്ലെണ്ണം കേട്ടോളൂ, ചത്തുപോയ ഒരാൾക്ക് ജീവനേ ദൈവം കൊടുക്കുവാണെങ്കിൽ എന്നെ പോലെ ഒരു ആൾക്ക് ഒരു പടം, നല്ല പടം ദൈവത്തിന് കൊടുക്കാൻ അറിയില്ല. സമയം വരുമ്പോൾ നല്ല പടം തരും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യണം. അതാണ് എൻ്റെ തൊഴിൽ ധർമ്മം. റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പുതിയ മുഖം, ഞാനും പൃഥ്വിരാജ് സൂപ്പർ ഹിറ്റ്, എനിക്കും പൃഥ്വിയോടെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. നമ്മ പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ ബിഗ് ബി 2 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ പുലിമുരുകൻ സൂപ്പർ ഹിറ്റ്. അപ്പോൾ പുലിമുരുകൻ പോലെ ലാലേട്ടൻ കൂടെ ഒരു പടം അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. വരട്ടെ, വെയിറ്റ് ചെയ്ത്. വിളിക്കാറുണ്ടോ? പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ വരപ്പോൾ 30-ാം തീയതി ചുമ്മാ എന്നാലും ബന്ധങ്ങളുണ്ടോ? എല്ലാവരും ബന്ധങ്ങളുണ്ട്. ഓക്കെ, ലാസ്റ്റായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുവാണ്.
എനിക്കും ജനങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും വിഷമങ്ങളുണ്ടായിട്ടും പുഞ്ചിരിക്കുന്ന ബാലയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടുള്ളത്. ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം എന്തുവാ? ഇന്നും പഠിച്ചിട്ടില്ല. അത് തിരിച്ചറിയുമ്പോൾ എളുപ്പമാണ്. ഞാൻ എല്ലാം പഠിച്ചെന്ന് അഹങ്കരിച്ചാലല്ലേ കഴിഞ്ഞു. അന്നത്തോടെ ബുക്കിൽ ഫുൾ സ്റ്റോപ്പ്. അതാണ് അവസാന പേജ്. അപ്പം ഇനി എഴുത്തുണ്ട്. அந்த அந்த உன் புக்குக்கு எப்போ நீ ஃபுல் ஸ்டாப் வைக்கிறியோ அப்போ നിന്റെ ജീവിതം അവസാനിച്ചു. നീ പഠിച്ചു കഴിഞ്ഞും തീരുമാനിച്ചു. ഇനിയും പഠിക്കാനുണ്ട്. എന്നാലും ബാലചേട്ടാ, ഞാനെന്ന് പറയുന്ന വ്യക്തി ബാലചേട്ടൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതൊരു മെസ്സേജായിട്ട് എടുത്തോളണം. യങ്സ്റ്റേഴ്സ് പറയാനുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇவ்வளோ ക്രൂ മെമ്പേഴ്സ് ഇരിക്കുന്നു, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്, പ്രതിഫലം കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിലെ കഷ്ടം നെവർ കംപ്ലൈൻറ്റ്. ബാല എന്ന് പറയുന്ന വ്യക്തി എത്ര കഷ്ടം വന്നാലും ഞാൻ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ദൈവത്തോട് ഞാൻ ദേഷ്യവും കാണിച്ചിട്ടില്ല. എന്ത് ദൈവവും, ഏത് ദൈവമായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എന്ത് മതം വേണമെങ്കിൽ അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഏത് ദൈവവും നിങ്ങളെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നീ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ട് ചെയ്, സ്മാർട്ട് വേല ചെയ്, നല്ല പൈസ ഉണ്ടാക്ക്, നീ സന്തോഷമായി ഇരുന്നാൽ നിന്നെ വിശ്വസിക്കുന്ന നിൻ്റെ കുടുംബവും നന്നായിരിക്കും. നിൻ്റെ കുടുംബം നന്നായിരുന്ന് നിൻ്റെ വീട് നന്നായിരുന്നാൽ നിൻ്റെ റോഡ് നന്നായിരിക്കും. നിൻ്റെ റോഡ് നന്നായിരുന്നാൽ നിൻ്റെ നാടേ നന്നായിരിക്കും. നീ സുഖമായിട്ട് പണിയെടുക്ക്, ജാലിயாக പണിയെടുക്ക്, കഷ്ടപ്പെട്ട് പണിയെടുക്കാതെ, സ്മാർട്ട് വേ. പക്ഷെ ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ചിട്ടേ പുഞ്ചിരിക്കാൻ പാടാ ബാലചേട്ടാ. ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠം ഒന്ന് പങ്കുവെക്കാവോ? ഇപ്പം പറഞ്ഞല്ലേ, പിന്നെയും പറയണം. എൻ്റെ ഒരു കൺസെപ്റ്റാ. ഞാൻ ഇന്നലെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഇതെൻ്റെ ഒരു കൺസെപ്റ്റ് കേട്ടോ. ഇപ്പം നമുക്ക് 2 പേർക്കും ഒരു വിധി വരുത്ത്. എൻ്റെ അഹങ്കാരം നോക്കണേ. 2 പേർക്കും ഒരു വിധി വരുത്. നിനക്ക് ഇനി ജീവിക്കാൻ 10 ദിവസമുണ്ട്. 10 ദിവസം ഉണ്ട്. എനിക്ക് ജീവിക്കാൻ 1 ദിവസമുണ്ട്. അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ചാലഞ്ച് ചെയ്യും. എടാ മോനെ അജിന്, നീ 10 ദിവസം ജീവിക്കാൻ പോകാൻ, ഞാൻ 1 ദിവസം ജീവിക്കും. പക്ഷേ ഈ 10 ദിവസത്തിൽ ഞാൻ ജീവിക്കുന്ന ഈ 1 ദിവസം പോലെ നീ ജീവിച്ച് കാണിക്കിടാൻ പറയും. அந்த 1 ദിവസം ആഘോഷിക്കും. அந்த 1 ദിവസം ഞാൻ ആഘോഷിക്കും, നന്ദി പറയും, സ്നേഹിക്കും, ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിയ ലൈഫ് ആഘോഷിക്കുവാണെങ്കിൽ അതിനേക്കാളും വലിയ ഒരു നന്ദിയില്ല. 4 പേർക്ക് നല്ലത് പന്നല്ലയാ, നീ അത് നല്ലായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്കൊരു പാഠങ്ങളല്ലേ? ഹാപ്പിയായിരുന്നാ നീ ഹാപ്പിയായിരുന്നാ 4 പേർ நல்லா இருப்பாங்க. ഉറപ്പായിട്ടും ഞാൻ ഹാപ്പിயாக തന്നെ ഇരിക്കും. ബാലചേട്ടാ, ഒരുപാട് വാച്ച്, കൂളിംഗ് ഗ്ലാസ് കളക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ബാലചേട്ടൻ. മറ്റൊരു നടന്മാർക്കും ഇല്ലാത്ത കളക്ഷൻ ബാലചേട്ടനുണ്ട്. നീ എവിടെ വരുന്നത് എനിക്കറിയാം. നീ സംസാരിച്ച കേട്ട് ഇവനക്കൊരു കണ്ണാടി വേണം. ഈ ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് നിർത്തിയപ്പോൾ എൻ്റെ കളക്ഷനെല്ലാം കണ്ടിട്ട് എനിക്ക് ഇത് കിട്ടിയേ പറ്റുമെന്നാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ കണ്ണാടിയും എല്ലാ കളക്ഷനും ഒരു കഥ ഉണ്ട്. നീ പെട്ടെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിച്ചു വെച്ചു. നോക്കില്ല അതെത്താ കണ്ണാടിയാണോ തരുന്നേ? നോക്ക്, ഇഷ്ടപ്പെട്ടില്ല തിരുപ്പി തന്നിട്ട്. ഓക്കെ, ലൂയി വിറ്റനോട് இதை வச்சுட்டு உன்னோட லைஃப்பில் இனி காசு வரட்டும். இதை வச்சுட்டு உன் இடுப்பு அளவு കൂടുതൽ ഭക്ഷണം കഴിക്കാണ്ട് കറക്റ്റ് ജിമ്മിക്കെല്ലാം പോയി കറക്റ്റ് ബെൽറ്റ് പൊട്ട് ഹെൽത്തി ആയിരു. താങ്ക് യു. ഓക്കെ, ഇതിപ്പോൾ ഒരു കണ്ണാടിക്കും പറ്റത്തില്ല കേട്ടോ. ഭയങ്കര കാശിലിടാ, വിത്തരാതെ. എത്ര രൂപയാവും? അല്ലല്ല, പറ. ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാ. ബാലചേട്ടന് വേണ്ടി മേടിച്ച് എനിക്ക് തരുവാ? ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചു, പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല. അത് കണ്ടറിയാമല്ലേ, അങ്ങനെ തന്നെ. ഇതിൻ്റെ കവറാണ് ഇത്. അവിടെ പിടിച്ചോ, തിരിക്കിടാ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ലൂയി വിറ്റനോട് ക്ലാസിക് എഡിഷൻ. ഇത് വെച്ചോ, ഇതില്ലാതപ്പോൾ ഇത് വെച്ച് ഇടുപ്പിൽ കെട്ടിക്കോ. താങ്ക് യു ബാലചേട്ടാ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ സംസാരിച്ചു, നമുക്ക് ആഹാരം തന്നു, എല്ലാം തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലവ് യുടാ.